ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സ്റ്റൈല് തേങ്ങാച്ചോറാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മട്ടരി കൊണ്ടാണ് ഞാനിവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. 5 വലിയ ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അത് ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. 2 വലിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സവാള വേണം. അത് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം അരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഇരട്ടി വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ 1 ഗ്ലാസ് എക്സ്ട്രാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേവുന്ന അരിയാണെങ്കിൽ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞാനിത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കറക്റ്റ് ആവുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അരിയൊക്കെ കറക്റ്റായിട്ട് വേവായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. വീട്ടിലിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.